പാഠപുസ്തകങ്ങളുടെ കനം കുറയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പാഠപുസ്തകം പഠിക്കുന്നതിന് വേണ്ടിയും പ്രയാസമാണ്, കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകം അടുത്ത അധ്യയന വർഷത്തിൽ കിട്ടുന്ന പാഠപുസ്തകം ഇപ്പോൾ കിട്ടിയതിനേക്കാൾ 25% കനമെങ്കിലും കുറയുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. 2-3 അക്കാഡമി രംഗത്തെ പരീക്ഷാ രംഗത്തും ചില പരിഷ്കാരങ്ങൾ വരുത്തുവാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുക മാത്രമല്ല, ഓരോ കുട്ടിയുടെയും കായിക രംഗത്തും കലാരംഗത്തെയും അറിവുകളെ പ്രോത്സാഹിപ്പിക്കുക കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം 5000 കോടി രൂപ സ്കൂൾ കെട്ടിടങ്ങൾ കെട്ടുന്നതിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയർ മൈതാനങ്ങൾ കെട്ടുന്നതിന് വേണ്ടിയായിരിക്കും മുൻഗണന കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, കളിക്കേണ്ട സമയത്ത് കുട്ടികൾ കളിക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പരീക്ഷ എഴുതേണ്ട സമയത്ത് പരീക്ഷ എഴുതുക. ഈ അവധിക്കാലത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു നിർദ്ദേശം നൽകി. നിങ്ങളുടെ സ്കൂളിലൊക്കെ അത് പാലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവധിക്കാലമാണ്, അവധിക്കാലത്ത് കുട്ടികളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഒരു ക്ലാസ്സും എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. അത് നിങ്ങളുടെ എത്ര സ്കൂളുകളിൽ പാലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അവധിക്കാലത്ത് ശാന്തമായിട്ടും സമാധാനത്തോടു കൂടിയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് മനസ്സിന് ശാന്തത വരുത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളുടെ അവധിക്ക് ഇഷ്ടപ്പെടുകയാണ്. അവധിക്കാലങ്ങളിൽ ഇപ്പൊ എന്താ, മുഴുവൻ സമയം ട്യൂഷൻ പഠിപ്പിക്കില്ല. ട്യൂഷനാണ് കുട്ടികളെ പരീക്ഷ ആയാൽ പിന്നെ കുട്ടികളെ വല്ലാത്ത നിലയിൽ പഠിപ്പിച്ച് പിടിപ്പിക്കുകയാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു നടന്ന കാര്യം പറയാം. കുട്ടികൾ അവധി ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി തിരുവനന്തപുരത്തേക്ക് പോയ അവസരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു ഒരു കസേരയിൽ. അവിടെ ഒരു 4-5 കുട്ടികൾ വന്നിരുന്നു. സ്കൂൾ കുട്ടികളാണ്, 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവര് മുട്ടായി എല്ലാം കഴിച്ച് ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് വരികയായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് എന്നെ തിരിച്ചറിഞ്ഞ ശേഷം എനിക്ക് 1-2 ചിപ്സൊക്കെ തന്ന ശേഷം എൻ്റെ ചുറ്റും വളഞ്ഞു നിന്നു. എന്ന ശേഷം പോവാന്ന സമയത്ത് അവൻ പറയുകയാണ്, 2 ദിവസവും കൂടെ അവധി കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പൊ കുട്ടികൾ അവധിക്ക് ആഗ്രഹിക്കുകയാണ്. അവധിക്ക് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക. കളിച്ചാൽ ഈ ലഹരി വിരുദ്ധ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നതിന് വേണ്ടി പോകുന്നില്ല. മറ്റൊരു നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ്, ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഉന്നത കമ്മിറ്റി കൂടി തീരുമാനിച്ചു, പാഠപുസ്തകങ്ങളുടെ കനം കുറയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പാഠപുസ്തകം പഠിക്കുന്നതിന് വേണ്ടിയും പ്രയാസമാണ്, കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത അധ്യയന വർഷത്തിൽ കിട്ടുന്ന പാഠപുസ്തകം ഇപ്പോൾ കിട്ടിയതിനേക്കാൾ 25% കനമെങ്കിലും കുറയുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു.